ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ലോഗ്. ഇന്നത്തെ ദിവസം നമ്മൾ സ്മോക്ക് കൾച്ചർ ബൈ സ്റ്റീവില് പോവാണ് ഗൈസ്. അവിടെ പോയിട്ട് ഇവിടെ മിക്കവരും അവിടുത്തെ ബ്രിസ്ക്കറ്റ് കഴിച്ചിട്ടില്ല. സോ ഞാൻ വിചാരിച്ച് കൊണ്ടുവന്നവരെ തീറ്റിപ്പിച്ച് ഞെട്ടിക്കുക എന്ന് വിചാരിച്ചിരിക്കുകയാണ്. യാത്രയൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ മറ്റേ ദുബായിലെ മീറ്റല്ലേ കഴിച്ചിട്ടുള്ളൂ. സോ നമ്മുടെ നാട്ടിലെ മീറ്റിന്റെ ക്വാളിറ്റി എന്താണെന്നൊന്ന് അറിയിച്ചു കൊടുക്കാം ഗൈസ്. സോ ലെറ്റ്സ് സീ. നമ്മളവിടെ എത്തിയിട്ട് പറയാം. ബൈ ഗൈസ്. സോനുവിൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെ ഗൈസ് ഒരു ചേഞ്ചിന് നമ്മൾ ഡോക്ടർ സോനുവിൻ്റെ സ്കോഡ വണ്ടി തിരിക്കട്ടെ എന്നിട്ട് കയറാം. ഡോക്ടർ സിമ്പിളൊക്കെ ഉണ്ടാ ഗൈസ്. ഈ ഒരു വണ്ടി വെളിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഇത് ഡോക്ടർ സോനുവിൻ്റെ വണ്ടിയാണ്. അതിന് ഫുള്ള് റെഡ് അടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ റെഡ് സാധനങ്ങൾ, നമ്പർ പ്ലേറ്റിലൊക്കെ എന്തൊക്കെയോ റെഡ് സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേമാതിരി കാർബൺ ഫൈബറൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ മുകളിൽ. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മളപ്പോൾ ഞാൻ നേരെ സ്റ്റീവിൻ്റെ അവിടെ എത്തിയിട്ട് വരാം ഗൈസ്. എടപ്പള്ളിയിലാണ്, നല്ല ബ്ലോക്കുള്ള ഏരിയയാണ്. സോ ലെറ്റ്സ് സീ. വരാം ഗൈസ്. ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ സ്മോക്ക് കൾച്ചർ ബൈ സ്റ്റീവിൽ എത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ പാർക്കിംഗ് ആണ് ഗൈസ്. ഒന്നാമത്തെ പാർക്കിംഗ് ഫുള്ള്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാർക്കിങ്ങിൽ വന്നിട്ട് അങ്ങോട്ട് മന്ദം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ് ഗൈസ്. ഭയങ്കര ഡിമാൻഡുമാണ്. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ അല്ല. ഇവിടെ ബ്രിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു സ്ഥലവും ഇല്ല. കൊച്ചിയിൽ ഇവിടെ തന്നെ വരിക. നൈസ് സാധനമാണ്. സോ വന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. നമ്മളിന്ന് ബീഫ് ബ്രിസ്ക്കറ്റും എനിക്ക് അവരുടെ കോണിന്റെ ഒരു സാധനമുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ലാസ്റ്റ് ടൈം കഴിച്ചതാണ് ഞാൻ കാർത്തികമായിട്ട് വന്നപ്പോൾ. സോ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നല്ല തിരക്കുണ്ടായിരിക്കും എന്തായാലും. യാത്ര വരുമെന്ന് തന്നെ. അവൻ്റെ സ്കൈലൈൻ കൊണ്ടുവരാത്ത ഭാഗ്യം. നല്ല ചെറിയ വഴി. ഇനി ഗൈസ് മന്ദം പോകുന്ന സോനുവും ഷാസും അവിടെ എത്തിയിട്ട് വരാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ്. ഇവന്മാര് ആദ്യമായിട്ട് വന്നതിന്റെ എക്സൈറ്റ്മെന്റ് കാണുന്നുണ്ട്. കുറച്ച് സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരട്ടെ. എന്നാൽ അപ്പോഴേക്ക് യാസറും മെഹന്തിയും വരും. അതിനുശേഷം നമുക്ക് ഹെവി ആയിട്ട് ഓർഡർ ചെയ്യാം. അപ്പൊ തൽക്കാലം സ്ലൈറ്റ് ആയിട്ടൊന്ന് ഓർഡർ ചെയ്തിട്ട് വാമപ്പായിട്ട് നിൽക്കാം. അതുകൊണ്ട് ആ ഫ്രിഡ്ജിൽ നിൽക്കുന്ന മൊത്തം ഇമ്പോർട്ടന്റ് ഡ്രിങ്ക്സ് ആണ്. മൗണ്ടൻ ഡ്യൂ സമ്മർ ഫ്രീസ്. ഓ, ചെറി ലെമൺ റാസ്ബെറി. ഇതാരും വന്ന് ഇത് ട്രോപ്പിക്കൽ 7up. ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ് ഗൈസ്. ഇതേത് കൊക്കോകോള വാനില. ഇതാണ് ഞാൻ പറഞ്ഞ ഗൈസ്. ട്രോപ്പിക്കൽ, വെറും ട്രോപ്പിക്കൽ ഫ്ലേവേർഡ് സോഡ 7up. കൊള്ളാം. ഇതുണ്ട ഫോട്ടോ. എന്റെ അമ്മ ഇൻഫ്ലുവൻസർ 7up ട്രോപ്പിക്കൽ ട്രൈ ചെയ്തോട്ടെ. അതൊക്കെ പലതും എഴുതി കേട്ടോ അമ്മാര്. കുഴപ്പമില്ല, ഒരു പീച്ചി ടേസ്റ്റ് ഉണ്ട്. നിന്നെയാണ് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. ഇതല്ലേ? ഓ, കോക്ക് വാനില തന്നെ കൈസ് കൊള്ളാന്നത് അല്ലേ? നിന്റെ ബബിൾ കൂടാ. ബബിൾ ഗത്തിന്റെ ടേസ്റ്റ് എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു. ഇതൊരു പീച്ചി ടേസ്റ്റ്. ട്രോപ്പിക്കൽ ഒബ്വിയസ്ലി അങ്ങനത്തെ ഫ്രൂട്ട്സ് ആണ്. ഈ ഫാൻഡ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇഷ്ടമാണ്. കുറെ ഞാൻ കുടിച്ചിട്ടുണ്ട്. എന്തായാലും ഗൈസ് ഫുഡ് ടേസ്റ്റ്. അത് ഞാൻ ക്രീം കോൺ എന്ന് പറഞ്ഞ സാധനം കുറച്ച് നല്ല ടേസ്റ്റ് ആണ് കേട്ടാ ഗൈസ്. വിങ്സ്, കോൺ, ക്രീം കഴിഞ്ഞാണ് നമ്മൾ ഓർഡർ ചെയ്ത സെയിം സാധനങ്ങൾ തന്നെയാണ്. പിന്നെ മറ്റേ ടാലോ ഫ്രൈസ്. പക്ഷെ ഒരെണ്ണം കഴിച്ചു നോക്കിയോ അങ്ങനെയുണ്ട്. ബീഫ് ആറ്റിലാണ് പൊരിക്കുന്നത്. സംസാരിച്ചു മൈക്ക് അവിടെ ഇരിപ്പുണ്ടാ. ഗുഡ് ഗൈസ്. ബീഫ് ആറ്റിലാണ് പൊരിക്കുന്നത്. എന്താ പിക്കിളാണ് ഗൈസ്. ഇതൊക്കെ ഇടുവാണ്. ഒരു സ്പൂൺ കഴിച്ചോ, ടേസ്റ്റ് ചെയ്താൽ മതി. തിങ്സ് നല്ല സ്പൈസിയാണ്. ടേസ്റ്റ് എങ്ങനെ ഉണ്ട്? കോണിന്റെ പൊളിയല്ലേ? കുറച്ച് കഴിച്ചാൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തോ. രക്ഷയല്ല, പൊളി ടേസ്റ്റ്. ഓ, കൈ മെസ്സിയാ. ടിഷ്യൂ ഒക്കെ ഉണ്ടല്ലോ അല്ലേ? എരിയുണ്ട്, നല്ല സ്പൈസിയാണ് കൈ. ഇതൊന്ന് ഗോസ്റ്റ് പെപ്പർ എന്ന് തോന്നുന്നു. അത്യാവശ്യം കറച്ച് ചെയ്യുമ്പോ ഓടും. റൈസ് ഒക്കെ പൊളി. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അതൊക്കെ ഇഷ്ടപ്പെട്ടു ഗൈസ്. നമ്മളത് ഫിനിഷ് ചെയ്യട്ടെ. അങ്ങനെ ഗൈസ് സ്റ്റാർട്ടേഴ്സ് ഒക്കെ കഴിച്ചിട്ട് കിറങ്ങിയിരിക്കുകയാണ് രണ്ടുപേരും. നല്ല സൂപ്പർ അല്ലേ? നല്ല ഇഷ്ടപ്പെട്ടു. സൂപ്പർ എന്ന് പറയുന്നുണ്ട് ഗൈസ്. രക്ഷയില്ല. യാസറൊന്ന് വന്നിരുന്നെങ്കിൽ നമുക്ക് ബ്രിസ്ക്കറ്റ് ഓർഡർ ചെയ്ത് തിന്നായിരുന്നു. അവൻ വൃത്തിയിട്ടവൻ വരണതുമില്ല. നേരത്തെ ഇറങ്ങിയവനാണ്. ഇതൊക്കെ വന്നിട്ടില്ല. നമ്മൾ വയറ്റിലൊന്നും ഇവിടെ എത്തി.
അപ്പുറത്തുനിന്ന് ഇപ്പുറത്തെത്തിയില്ല അത് ബ്രിയോഷ് ബ്രെഡ്. നമ്മളൊന്ന് യാസറിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. ഞാൻ വന്ന ഉടനെ ഓർഡർ ചെയ്ത് ബാക്കി സാധനം കാണിച്ചു തരാം. ഏയ് മിസ്റ്റർ യാസർ ഇസ് ഹിയർ ഗൈസ്. മിസ് മെഹന്തി ഇസ് ഹിയർ ഗൈസ്. എന്തുണ്ട് വിശേഷം? നിങ്ങളെ കാലത്ത് ഇവിടെ മൊത്തം കട അടയ്ക്കാറായല്ലോ. കുറച്ചും കൂടെ നേരത്തെ വരായിരുന്നു. എന്തായിരുന്നു പരിപാടി? വെൽക്കെയർ കൊച്ചിയിൽ. യാസറിന് മെസ്സേജ് അയച്ചാൽ കാണൂലെന്ന് കേസ്. എന്തൊരു ബിസി ഇതാണ് ബ്രിസ്ക്കറ്റ്. അത് വീഡിയോ എടുക്കുന്നതിന് പോലും മുമ്പേ അറ്റാക്ക് ചെയ്തിരിക്കുന്നു ഗൈസ്. ഇതാണ് ബ്രിസ്ക്കറ്റ്, ഇതാണ് നമ്മളെ ട്രഫിൾഡ് ബീഫ്, ഇതെന്താണ് മറ്റേ ബേണന്റ്. ഓ മൈ ഗോഡ്, അമ്മാരാ ബ്രിസ്ക്കറ്റിനെ പിച്ച് ചീന്തയാണ് ഗൈസ്. ഓ അതിനടുത്ത ഗ്ലാസ് ഇടരുത്. അറ്റത്ത് സീനാണോ? ഓ കിടലാണെന്ന് തോന്നുന്നു ഗൈസ്. How's it? അങ്ങനെ ഉണ്ട് യാസറേ. കഴിച്ചാ സീനാണോ? എങ്ങനെയുണ്ട്? കൊള്ളാം ഗൈസ്. ഇനി ഞാൻ കഴിച്ചോട്ടെ. എല്ലാരും കഴിക്കുന്നു. പോർക്കിന്റെ അല്ലടാ, അത് ബീഫിന്റെ അല്ലല്ലേ? അതാണ് സാധനം. എന്റെ അമ്മ ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റേ ഉള്ളൂ. അത് കണ്ടോ, ഇത് എന്റെ ഗുളുവാണ് കേസ്. ഇതാണ് സാധനം. അതിന്റെ അറ്റത്തുള്ള പോർഷനാണ്, ഫുൾ ഫാറ്റ് ആണ് കേസ്. എനിക്കിത് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ബ്രെഡും പിന്നെ ആ സോസ് ഇങ്ങോട്ട് ഒഴി അടിയോടെ ഇവിടെയൊന്നുമില്ലെന്ന ഇതിലൂടെ കുറച്ച് ഒഴി. ഈ സോസ് ബേണന്റിന്റെ കൂടെ ഭയങ്കര സെറ്റപ്പ് എന്നാണ് ഞാൻ കേട്ടത്. ഓ ഇത് ടേസ്റ്റ്. ഓ അതല്ല അല്ലടാ, സോസ് വെച്ച് അങ്ങനെ മിക്സ് ചെയ്യേണ്ട, ഇഷ്ടമല്ലാത്തൊരു കഴിക്കണ്ടെന്നായി സോസ് വെച്ച്. ഇവിടെ ചിലർക്ക് സോസ് വെച്ച് മീറ്റ് ഇഷ്ടമല്ല. ഇവൻ ബ്രിസ്ക്കറ്റ് ആയാലും എന്തിലായാലും സോസ് അങ്ങനെ ഈ ഒരു സോസ് ഈ ബേണന്റിൽ ഒഴിക്കുക. അതായത് ഒരു ബ്രെഡില് കുറച്ച് ബേണന്റും അതിന്റെ പുറത്ത് ആ സോസും വെച്ചിട്ട് അത് കഴിച്ചിട്ടില്ല. അത് കഴിച്ചിട്ടില്ല. അല്ലേ കഴിക്കടാ. ബേണന്റ് മുറിച്ചിട്ടുണ്ട്. ഹാഫ് നിങ്ങൾ ആരും കഴിക്കണം. ഇവിടെ ബിസ്ക്കറ്റ് ഒക്കെ ഇവിടെ കാണാതല്ലോ. നല്ല ഡിമാൻഡാണ് കേട്ടാ. ഒരു ബിസ്ക്കറ്റ് മതി. അത് ഫിനിഷായി. ബേണന്റ് മതിയാ. ഈ സാധനം ഒരു രക്ഷയില്ല കേട്ടാ. ബേണന്റും മീറ്റിന്റെ ടേസ്റ്റ് കണ്ട് എനിക്ക് ഫാറ്റിന്റെ സാധനമാണ് ഇഷ്ടമല്ലേ? അത് ടേസ്റ്റ് ഉണ്ട്. ഫാറ്റിനാണ് ടേസ്റ്റ് കൂടുതൽ. അടിപൊളി. ഞാൻ സ്റ്റഫിൾഡ് ബീഫ് സാൻഡ്വിച്ച്. ഇത് പറയട്ടെ ഒരെണ്ണം. ഇത് സാൻഡ്വിച്ച് കഴിയേ? സൂപ്പർ അല്ലേ? അതിനെ പറഞ്ഞു കഴിക്കട്ടെ. ഏത് വേണ്ട അല്ലെങ്കിൽ വയറേറും. ആ ട്രഫിൾ ഓയിലിന്റെ സ്ട്രോങ് ഫ്ലേവർ ഉണ്ട്. ഓയിൽ ബ്രെഡ് മൊത്തം മൊരിഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. കൊള്ളാം. നല്ല ഫ്ലേവർ അല്ലേ? നീ കഴിച്ചില്ലേ? വേണ്ട അതിന് വയ്യ. ഒരെടുത്തോ, ഒരു അടി അടിച്ചാൽ ട്രഫിൾ ഇഷ്ടമല്ല. ട്രഫിൾ ഇഷ്ടമല്ലേ? കാര്യമായിട്ട് രണ്ടെണ്ണത്തിന് ഏറ്റവും എക്സ്പെൻസീവ് ഇൻഗ്രീഡിയൻസ്. അത് എന്തിട്ടാലും അതിന്റെ ടേസ്റ്റേ കയറും. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ട്രഫിൾ ഫ്രൈസ് ഉണ്ടെങ്കിലും കഴിക്കും. എങ്ങനെയുണ്ട്? കൊള്ളൂല. അതാണ് ലോക്കലാണ്. അതാണ് ഞാൻ ഇപ്പോഴും അതുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ലോക്കൽ പ്രൊഡ്യൂസാ. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല മാക്കനെ തിന്നിട്ടാണ് ഇരിക്കുന്നത്. സൂപ്പർ അല്ലേ?
മെൽറ്റിംഗ് മൗത്ത് എന്നൊക്കെ പറഞ്ഞല്ലോ. ഓ അത് ഭയങ്കര ഫാറ്റും ഉണ്ട്. ഫാറ്റിന്റെ മനസ്സിലായി അതിന്റെ അറ്റമൊക്കെ കട്ട് ചെയ്ത് സൈഡ് കെട്ടി. അല്ല വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്ത്, യൂഷ്വലി ഇങ്ങനത്തെ സാധനം വന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് ഡ്രൈ ആവും. അപ്പൊ ഇപ്പോഴും അത് നല്ല ജ്യൂസിയാണ്. അത് തന്നെ ഡ്രൈ ആവാൻ മുമ്പേ അത് ഞാൻ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ലടാ എനിക്ക്. ഡ്രൈ ആയിരുന്നു. അപ്പം എടുത്താലേ ഗൈസ് അത് ഡ്രൈ ആകാന്നൊക്കെ പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പോലും സമയം കിട്ടുന്നതിന് അത് തീർന്നു ഗൈസ്. ഒരെണ്ണം കൂടെ പറഞ്ഞിട്ടുണ്ട്, പറട്ടെ. പറഞ്ഞില്ലേ വല്ലപ്പോഴൊക്കെ പറ്റും. 24 മണിക്കൂറും ബേണൻസ് കഴിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? ചാലഞ്ച് എന്റെ മെഹന്തി എങ്ങനെയുണ്ട് ഫുഡ്? ഓ സൗണ്ട് കേൾക്കില്ല, മൈക്ക് അവിടെ ഇരിക്കും. മെഹന്തിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. സോനു സെറ്റാണോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗൈസ്. നമ്മൾ പറ്റുമെങ്കിൽ ഒരു ചോക്ലേറ്റ് മൂസ് കൂടെ ഓർഡർ ചെയ്തിട്ട് നിർത്താം. ബൈ. കൂടോത്ര പ്രതിമാറ് കൈ കഴുകാൻ വരുന്നവരുടെ ആരോഗ്യത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് ആയിട്ട് ചോക്ലേറ്റ് മൂസും കൂടെ കഴിച്ച്. ഓറഞ്ച് സ്റ്റിക്സ് ഇല്ലേ, അതില് ഇതിങ്ങനെ ഞോണ്ടി അങ്ങ് ഇടും. എനിക്കറിയാം, അല്ലെങ്കിൽ അങ്ങനെ കഴിക്കുള്ളൂ. ഓറഞ്ച് 50 രൂപ. ഓറഞ്ച് ക്യാൻഡിയാണ്. ഡിസ്കൗണ്ട്. ഓറഞ്ച് ക്യാൻഡിയും ചോക്ലേറ്റ് മൂസും കഴിച്ചോട്ടെ. ഓറഞ്ച് ബിസ്ക്കറ്റ് അല്ല, ഓറഞ്ച് ക്യാൻഡി. ഓറഞ്ചിനെ ക്യാൻഡി ആക്കി വെച്ചേക്കുക. പക്ഷെ നല്ല ചോക്ലേറ്റ് യൂസ് ചെയ്തേക്കണം. കുറച്ചുകൂടെ തരണം. അതായത് അത് കൊള്ളാം സാധനം. കിട്ടിയ ചോക്ലേറ്റ് അല്ല, അത് കുഴപ്പമില്ല. 5874 ബില്ലായി. നമ്മൾ ഇത്രയും കഴിച്ചിട്ട് അത്യാവശ്യം 5 പേർക്ക് നല്ല ഹെവി. ഒരാൾക്ക് 1000 രൂപ വെച്ചു. ഓ സ്ട്രിക്റ്റ് ഡയറ്റ് എന്നൊക്കെ. കഴിച്ചു നോക്ക്. അല്ല ഓറഞ്ച് ക്യാൻഡി ഒക്കെ തീർന്നു. ഫോർ ദിസ് ക്വാളിറ്റി ഫുഡ് ദിസ് ഇസ് അബ്സല്യൂട്ട്ലി കിടുക. 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഒരു 5 പേര് സ്റ്റേക്ക് പറഞ്ഞ് എത്ര രൂപ? 10-15 രൂപ. 10-15 രൂപ. ആ സമയത്ത് ആലോചിച്ചു, ഇത്രയും നല്ല കിടിലം ക്വാളിറ്റി ബീഫ് ഫോർ ഓൺലി 5K. നല്ല ബീഫ് ബിസ്ക്കറ്റും സാധനങ്ങളാണ്. ക്വാണ്ടിറ്റി ഒക്കെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് നീ ടെൻഡർ ലിയോ ടേക്ക് പറ എത്ര രൂപ? ഈ വൈബും സെറ്റപ്പും ഒരു വികാരം ഇല്ലാത്തൊരു പീസ. ഒരു കാര്യം പറട്ടാ, ഇറങ്ങാം. അതിന് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കാന്ന് തോന്നുന്നു കയറാനായിട്ട്. ഈ കേക്ക് കൂടെ തിന്നതിന് ശേഷം നമുക്ക് പോവാം. കേക്ക് ചറവറ പറവറ തീരുന്നുണ്ട് കേട്ടാ. നല്ല ഡിമാൻഡാണ് കേസ്. കഴിച്ചു കഴിഞ്ഞാൽ വേറൊക്കെ ഫുള്ള്, മനസ്സും ഫുള്ള്. ബൈ. കുട്ടികളെല്ലാം വന്നിരിക്കുകയാണ്. ഓണർ, വെൽക്കം ടു മൈ വ്ളോഗ്. കളമശ്ശേരി ഒരു പുള്ളിയാണ് തന്നെ ഓണർ. നമ്മുടെ പുള്ളിയാണ്. സ്മോ കൾച്ചറിന്റെ ബ്രാൻഡിങ് ഇതൊക്കെയാണ്. കിടന്നൊക്കെ ഫോട്ടോ എടുക്കുന്നത്. നല്ല ആംബിയൻസും സൂപ്പർ. വലിയ ഓണറാണ്. സ്റ്റീവിന്റെ ബ്രദറാണ് ഗൈസ്. ഷാസിന്റെ ഫ്രണ്ടാണ്. നമ്മള് സംസാരിച്ചിട്ട് വരാം ഗൈസ്. ബൈ. സോൾ സ്റ്റോറിൽ വന്നിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഭയങ്കര മെർച്ചൻഡൈസ് ഫാൻസ് ആയതുകൊണ്ട് കൊച്ചിയിലെ ആദ്യത്തെ സോൾ സ്റ്റോർ ആണ് ഗൈസ്. സോൾ സ്റ്റോർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് നോക്കിയാൽ ഗൈസ്. ഷൂസ്. ഓ ഇത് കൊള്ളാം കേട്ടോ. ഇത് ബംബിൾ ബിയാ. ഓ അത് കൂൾ സാധനം കേട്ടോ. ഓ നൈസ് കേട്ടാ. ഇതാരും ഇടൂല കേട്ടാലോ. കൊള്ളാം ഗൈസ്. അത്യാവശ്യം കുറച്ച് ഫംഗി സാധനങ്ങളാണ്. ബാഗൊക്കെ ഉണ്ട്. സൂപ്പർമാൻ്റെ. എന്തെങ്കിലും ഒന്ന് നോക്കിയിട്ട് വരാം. ബൈ. Awesomeness begins here. സ്പൈഡർമാനും വെനമും. ഇതിന്റെ മുകളിലത്തെ നിലയിൽ അവർ തുടങ്ങാൻ പോകുന്നതാണ്. സോൾ സ്റ്റോർ ഇസ് ഓപ്പൺ ഇൻ കൊച്ചി. ഞാനും അറിഞ്ഞില്ല എന്ന് വേണ്ട. ഒരുപാട് ടീഷർട്ടും സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. സോ ഒന്ന് ട്രൈ ഔട്ട് ഉണ്ട്. സൂപ്പർമാനും സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഫംഗി ഷൂസ് ഉണ്ട് കേട്ടോ ഗൈസ്. ഷൂസ്. ഓ ഗൈസ് പക്ഷേ കൊള്ളാം. പക്ഷേ സ്നാപ്പ് ബാക്ക് ആണ്. രസമുണ്ട് കേട്ടോ. പക്ഷേ വെൽക്കം ടു ദ വ്ളോഗ് അഗൈൻ ആഫ്റ്റർ ഗോൺ ട്രിപ്പ്. ഹലോ. ഇതിന്റെ അകത്ത് കൊച്ചുണ്ടായിരുന്നു. ഞാൻ അതല്ലേ നോക്കിയത്. നിങ്ങൾ കൊച്ചില്ലാതെ വന്നുണ്ട്. വെൽക്കം ഹഫ്സ. ഹായ്. Every peak Hello. begins with stillness. Hi, what is this? Hi. When did you Give came me back high from five. Goa? Come on, come here. നോക്കിവാ. Come here. High five. Congrats. How was Goa? Kiss bump. Oh, nice. Youngest company. കളിച്ചോണ്ടിരിക്കുന്നു. Found you. Got you. Baga beach. വീഴരുത്. Nice.
നമ്മൾ കള്ളൻ പോലീസ് season time, you are- സോൾ സ്റ്റോറിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോവുകയാണ്. ബാഗ് കാണിച്ചേ, ബാഗ് കാണിച്ചേ. നമ്മൾ കഴിച്ചു ഭൂതത്തിന്റെ ബാഗ്. ഇവിടെ പുതിയ സ്റ്റോക്ക് ഒക്കെ വരാൻ പോണേ ഉള്ളൂ. അതിനുശേഷം വന്നൊക്കെ ചെക്ക് ചെയ്യുക. നൈസ് പ്ലേസ്. നമ്മൾ ഇനി വീട്ടിൽ ഇതാണ് സോൾ സ്റ്റോറിന്റെ ഔട്ടർ ഏരിയ. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി സംഭവം, നല്ല ഫ്രീക്ക് സെറ്റപ്പ്. നമ്മളൊന്ന് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ച ഈ ഹോട്ട് വീൽസ് ഇതുവരെയായിട്ട് കൊടുത്തില്ലായിരുന്നു. അപ്പം വീട്ടിൽ വന്നപ്പോൾ അവനും കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് ഇന്നത്തേക്ക് പിരിയാം. ജസ്റ്റ് സെക്കൻഡ് കേസ് ഇതൊന്ന് കൊണ്ട് കൊടുത്തിട്ട് വരാം. ബൈ. ഇതാണ് കാറ്. വളരെ കുഴപ്പം കാറാണല്ലേ. ഓ അങ്ങനെ സുഹേറിന് ഒരു ഹോട്ട് വീൽസ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാ. യു ആർ നോട്ട് എപ്പോഴെങ്കിലും കൊടുക്കാൻ പറ്റിയല്ലേ. She's got a collection of Hot Wheels. ഓക്കെ ഗൈസ്, ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. വീട്ടിലെത്തി, ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അവനും തളർന്നു, എവനും തളർന്നു, എല്ലാവരും തളർന്നു. എവരും തളർന്നു, എല്ലാവരും തളർന്നു. ശരി ഗൈസ്, നാളെ കാണാം. ബൈ, ടേക്ക് കെയർ.